നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ, നിന്റെ വചനം ഗ്രഹിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ തിരുമേനി അവസരം നൽകി. അതിനുവേണ്ടി ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ യാത്ര ചെയ്ത പ്രിയപ്പെട്ടവരെ, അവരുടെ വാഹനങ്ങളെ കർത്താവ് സഹായിച്ചു, സൂക്ഷിച്ചു. ആപത്തും അനർത്ഥം കൂടാതെ എല്ലാവർക്കും കടന്നു വരുവാനും ശുശ്രൂഷയിൽ പങ്കെടുപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും തിരുമേനി തന്ന അവസരത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഒന്നിച്ച് അവസരം തന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിലേക്ക് എളിയവരെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ശുശ്രൂഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ കരം കൊണ്ട് സൂക്ഷിച്ചു പരിപാലിച്ച് നിന്റെ വരവ് താമസിക്കുന്നു എങ്കിൽ അടുത്ത വർഷവും ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ ആരാധിപ്പാൻ തിരുമേനി കൃപ നൽകുമാറാകണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ നിന്റെ വചനത്തിൽ ഉറച്ചു നിൽപ്പാൻ, ഉപദേശത്തിൽ ഉറച്ചു നിൽപ്പാൻ, ഉപദേശത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പോരാടി അധ്വാനിക്കുവാൻ തിരുമേനി അടിങ്ങൾക്ക് കൃപ തരുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം പിൻതലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവിന്റെ വരവ് വരെ വിശ്വസ്തയോടെ നിൽക്കുന്നതിന് സമാഗമമായി നിൽപ്പാൻ തിരുമേനി നിന്റെ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും വേല ചെയ്യുകയും ചെയ്ത, ചിലവിടുകയും ചെയ്ത പ്രിയപ്പെട്ടവരെയൊക്കെ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെയൊക്കെ അനുഗ്രഹിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകണമേ കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷയെ എത്രത്തോളം അനുഗ്രഹിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇപ്പോഴങ്ങളെ അനുഗ്രഹത്തോടെ അയക്കുമാറാകണമേ കർത്താവേ. ഞങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി നിന്റെ വരവ് താമസിക്കുന്ന എങ്കില് അടുത്ത കോൺഫറൻസിലും ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി വന്ന് നിന്നെ ആരാധിപ്പാൻ തിരുമേനി കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന കർത്താവിന്റെ വരവിനായി അടിയങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ പുത്രനെ അടിയങ്ങളിൽ കൂടെ മഹത്വീകരിക്കണമേ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ കൃപ തുടർന്ന് ഞങ്ങളുടെ മേൽ പകരണം. ഇപ്പോഴടിയങ്ങളെ അനുഗ്രഹത്തോടെ അയക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ ഫലമോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഹല്ലേലൂയ.